അപ്പോൾ ഇതേണ്ട നമ്മളൊരു പുതിയ റെഫ്രിജറേറ്റർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ സാംസങ്ങിൻ്റെയാണ് വാങ്ങിയേക്കുന്നത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഫ്രിഡ്ജ് മാറ്റി പുതിയൊരു ഫ്രിഡ്ജ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 18 കൊല്ലത്തോളമായി നമ്മൾ ഈ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഫ്രിഡ്ജ് ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ ശരിയാക്കി ഇങ്ങനെ ഇത്രയും കൊല്ലം ഉപയോഗിച്ചു. രണ്ട് കൺസ്ട്രക്ഷനൊക്കെ പഴയ മോഡലിന് കൂടുതലാണല്ലോ, ബോഡിയൊക്കെ ഇത്തിരി മോശമായിട്ടുണ്ട്, എൻ്റെ ഇതൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് പണിതെടുക്കണേക്കാളും നല്ലത് നമുക്കൊരു പുതിയത് വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. ഇതിപ്പോൾ എക്സ്ചേഞ്ചിന് കൊടുക്കുകയാണ്. ഏകദേശം 1000 രൂപ കിട്ടുള്ളൂ, സ്ക്രാപ്പുകളൊക്കെയാണ് അവർ എടുക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ ഇനി കംപ്രസറൊക്കെ മാറി ഇത് പണിതൊക്കെ എടുക്കുമ്പോഴേക്കും നല്ലൊരു എമൗണ്ട് ആവും. കംപ്രസറൊക്കെ മാറി ഇനി ഇത് ഉപയോഗിക്കുന്നത് കുറച്ച് സീനാണ്. ഇത്രയും വർഷത്തെ ഉപയോഗത്തിന് ശേഷം നമ്മൾ ഇന്നാണ് ഈ ഫ്രിഡ്ജ് മാറ്റാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഫ്രിഡ്ജായിരുന്നു. പക്ഷേ വീട്ടുകാരൊക്കെ പറഞ്ഞ് ഒന്ന് മാറ്റി പിടിക്കരുതെന്ന്, അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത് പണിയാതെ നമ്മൾ കൊടുക്കാൻ പോണത്. അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയ ഫ്രിഡ്ജ് വന്നിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്താണെന്നൊക്കെ നോക്കാം. നമ്മൾ എടപ്പള്ളിയിലുള്ള ഓക്സിജൻ്റെ ഹോം അപ്ലയൻസിൽ നിന്നാണ് ഫ്രിഡ്ജ് എടുക്കുന്നത്. അപ്പോൾ എടപ്പള്ളിയിൽ തന്നെ കുറേ ഷോപ്പുകളുണ്ട്. അപ്പോൾ അവിടേക്ക് കയറി ചോദിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മോഡലിൽ ഏറ്റവും വിലക്കുറവ് ഓക്സിജനിലാണ് കണ്ടത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഓക്സിജനിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാംസങ്ങിൻ്റെ ഡിജിറ്റൽ ഇൻവെർട്ടർ 3-in-1 മോഡൽ കൺവെർട്ടബിൾ മോഡൽ ഫ്രിഡ്ജാണ് നമ്മൾ ഇവിടുന്ന് എടുക്കുന്നത്. അപ്പോൾ EMIയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് തന്നെ ഈ മോഡൽ നമ്മൾ സെലക്ട് ചെയ്യണം. നമുക്ക് ഈ ഒരു മോഡലാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റ് കൊടുത്ത് ബാക്കി EMI ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ രാത്രിയിലാണ് ഡെലിവറി നടന്നത്. അപ്പോൾ 2 പേര് നമുക്ക് ഫ്രിഡ്ജ് കൊണ്ടുവന്നു. എടപ്പള്ളിയിൽ നിന്ന് പറവൂരിലേക്ക് കൊണ്ടുവന്ന കാരണം ഒരു 300 രൂപ അഡീഷണൽ ചാർജ് വണ്ടിക്ക് കൊടുക്കേണ്ടി വന്നു. അതുപോലെ തന്നെ നമ്മുടെ പഴയ ഫ്രിഡ്ജ് അവർ കൊണ്ടുപോവുകയും ചെയ്തു. എക്സ്ചേഞ്ചിൽ 1000 രൂപയാണ് നമ്മുടെ പഴയ ഫ്രിഡ്ജിന് കിട്ടിയത്. അപ്പോൾ നമ്മുടെ പഴയ ചങ്കിനെ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അവനെ കൊണ്ടുപോയി പുതിയ ഫ്രിഡ്ജ് എത്തി. പക്ഷേ ഇത് 4 മണിക്കൂറാണ് കമ്പനി പറയുന്നത് ഓണാക്കാനായിട്ട്. എങ്കിലും ഞാൻ നാളെ നേരം വെളുത്തിട്ട് ഓണാക്കുന്നുള്ളൂ. കാരണം അതിൽ ഓയിലൊക്കെ ചരിച്ചു കൊണ്ടുവന്ന കാരണം ഓയിലൊക്കെ ചിലപ്പോൾ കയറിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഓണാക്കിയാൽ ബ്ലോക്കാവും. അതുകൊണ്ട് തന്നെ 4 മണിക്കൂർ കമ്പനി പറയുന്നുണ്ടെങ്കിലും നേരം വെളുത്തിട്ടേ നമ്മളിത് ഓണാക്കുന്നുള്ളൂ. അങ്ങനെ ഇരിക്കട്ടെ, ഇരുന്ന് സാധനം സെറ്റായ ശേഷം നമുക്ക് നേരം വെളുത്തിട്ട് ഇത് ഓണാക്കി നോക്കാം. ഈ സാംസങ്ങിൻ്റെ റെഫ്രിജറേറ്ററിൻ്റെ ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എടുത്താക്കണത്. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ട് മോഡലിനൊക്കെ ഉള്ളത്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് സീലൊക്കെ പൊട്ടിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ റെഫ്രിജറേറ്റർ. അപ്പോൾ ഇന്നലെ രാത്രിയാണ് കൊണ്ടുവന്നത്, രാത്രി പൊട്ടിച്ചില്ല. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കണം അതിനുവേണ്ടി. അപ്പോൾ പിന്നെ എന്തായാലും നേരം വെളുത്തിട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ വാങ്ങിയേക്കുന്നത് സാംസങ്ങിൻ്റെ ഇൻവെർട്ടർ ഫ്രിഡ്ജാണ്. അപ്പോൾ അതുപോലെ തന്നെ കൺവെർട്ടബിൾ മോഡലാണിത്. പിന്നെ 20 വർഷത്തെ വാറൻറ്റിയൊക്കെ ഉണ്ട് കംപ്രസറിന്. 1 ഇയറാണ് ബോർഡിൻ്റെയൊക്കെ വാറൻറ്റി. കൺവെർട്ടബിൾ 3-in-1 മോഡലാണ്. നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ അവർ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ 4 മണിക്കൂർ വെച്ചതിന് ശേഷം മാത്രം ഓണാക്കാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇന്നലെ രാത്രി കൊണ്ടുവന്നതാണ്. എന്തായാലും ഇപ്പോൾ ഒരു 12 മണിക്കൂർ കൂടുതലായി. അപ്പോൾ നമുക്കിത് ഓണാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. കുറച്ച് നേരം വർക്ക് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ നമ്മുടെ മെഷീൻ നല്ല സൈലൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ ഐസായിട്ടുണ്ട്. ഇതിൽ ഐസായിട്ടുണ്ട്. അതുപോലെ ഈ കൂൾ പാക്ക് അത് അടിപൊളിയായിട്ട് നമ്മൾ കൂളായിട്ടുണ്ട്. ഇത് 12 മണിക്കൂർ വരെ ഇതിൽ തണുപ്പ് നിർത്തുമെന്നാണ് പറയണത്. കൺവെർട്ടബിൾ ഫ്രീസറാണ്. നമുക്കിത് ഫ്രിഡ്ജായിട്ടും ഉപയോഗിക്കാൻ പറ്റും. സാംസങ്ങിൻ്റെ ഡബിൾ ഡോർ ഇൻവെർട്ടർ ഫ്രിഡ്ജാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 3 സ്റ്റാർ മോഡലാണ് എടുത്തിരിക്കുന്നത്. കൺവെർട്ടബിൾ മോഡലാണ് നമ്മുടെ ഈ ഫ്രിഡ്ജ്. അപ്പോൾ ഈ ഫ്രിഡ്ജ് 253 ലിറ്ററാണ്. സ്റ്റോറേജ് വോളിയം 234 ലിറ്ററാണ് വന്നത്. ഇയർലി 195 പവർ കൺസപ്ഷനൊക്കെ വന്നത്. 20 വർഷത്തെ കംപ്രസർ വാറൻറ്റി ഉണ്ട്. അതുപോലെ തന്നെ ബോർഡിനൊക്കെ 1 ഇയർ വാറൻറ്റി ഉണ്ട്. അതുപോലെ തന്നെ 2 CFLൻ്റെ ഇത് പവറാണ് നമ്മുടെ യൂണിറ്റ് എടുക്കണമെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സ്റ്റെബിലൈസർ ഫ്രീ ഓപ്പറേഷനാണ്. ഇവിടെ നമുക്ക് കൺട്രോൾ യൂണിറ്റൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഫ്രീസറിൻ്റെ തണുപ്പ് കൂട്ടാനും കുറയ്ക്കാനും, അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ തണുപ്പ് കൂട്ടാനും കുറയ്ക്കാനും, പിന്നെ ഫ്രിഡ്ജിന് പവർ കൂളാക്കാൻ ഇവിടെ 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ പവർ കൂളാവും. അതുപോലെ തന്നെ വേണ്ടെങ്കിൽ 3 സെക്കൻഡ് നമുക്ക് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അത് ഓഫാവും. അപ്പോൾ നമ്മുടെ ഈ ഫ്രിഡ്ജ് കൺവെർട്ടബിൾ ഫ്രീസറാണ് വന്നത്. അതായത് നമുക്ക് ഫ്രിഡ്ജ് പോലെ തന്നെ ഫ്രീസർ ഉപയോഗിക്കുക, ആ ഒരു ഡിഗ്രിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഓരോ ടെമ്പറേച്ചറുകൾ ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചറുകൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഫ്രീസർ പവർ ഫ്രീസർ ആക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ 23 ഡിഗ്രി വരെയും നമുക്ക് കൊണ്ടുപോകാം.
അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ഡിഗ്രികൾ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതിനൊക്കെ ഇവിടെ ഒരു ടച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ 3 സെക്കൻഡ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് പവർ കൂളാവും. അതുപോലെ തന്നെ ഓഫ് ചെയ്യണമെങ്കിൽ 3 സെക്കൻഡ് ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. അപ്പോൾ ഫ്രീസറിലേക്ക് ഫ്രിഡ്ജ് കൺവെർട്ട് ചെയ്യാനായിട്ട് ഇവിടെ 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. 3 സെക്കൻഡ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിയുമ്പോൾ കണ്ടോ നമുക്ക് ഇതുപോലെ ഫ്രിഡ്ജാവും. അതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ കാര്യങ്ങൾ തന്നെ ഫ്രീസറിലും ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് ഓഫ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇത് ഓഫാവും. കമ്പനി പറയണത് ഈ ഒരു ഡിഗ്രിയിൽ ഉപയോഗിക്കാനാണ്. അതുപോലെ നമുക്ക് കൂട്ടാനും കുറക്കാനൊക്കെ ഇവിടെ സാധിക്കും. അതുപോലെ തന്നെ ഫ്രീസർ നന്നായിട്ട് കൂളാക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ ഫ്രിഡ്ജിൽ വന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ഡിജിറ്റൽ ഇൻവെർട്ടറാണ്. ഇതുപോലെ നമുക്ക് ട്രേ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഐസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐസ് ഇതുപോലെ വീഴും. ഇതുപോലെ നമുക്ക് ഐസൊക്കെ എടുക്കാൻ സാധിക്കും. തന്നെ കൂളായിട്ടുണ്ട്, അടിപൊളിയായിട്ട്. പിന്നെ ഈ കാണുന്നത് കൂൾ പാക്കാണ്. അപ്പോൾ ഇത് കറണ്ടൊക്കെ പോയി കഴിഞ്ഞാലും 12 മണിക്കൂറോളം ഈ ഫ്രീസറിലൊക്കെ തണുപ്പ് നിലനിൽക്കുമെന്നാണ് അവർ പറയണത്. അടിപൊളിയായിട്ട് നല്ല കൂളായിട്ടുണ്ട് സംഭവം. അതുപോലെ തന്നെ താഴെയൊക്കെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ പാല് കൂടുതലുള്ള കാരണം നമ്മൾ വാങ്ങിച്ച് വെച്ച ട്രേ ആണ് കേട്ടോ. ഇതിൽ കഴിക്കാതിരിക്കാം, പാലൊക്കെ പൊട്ടി വീണ് ആകെ പഴയ ഫ്രിഡ്ജൊക്കെ ആകെ നാശമായി. അതുകൊണ്ടാണ് പുതിയ രീതിയിൽ നമ്മൾ ഒരു ട്രേയിലൊക്കെയാണ് ഇത് വെച്ചാക്കുന്നത്. ബാക്കിയെല്ലാം നമുക്ക് എഗ്ഗൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് ഇവിടെ. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല കൂളിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഈ ട്രേയൊക്കെ നമ്മൾ വെച്ചാണ്. അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ ഇടാനുള്ളൊരു ബോക്സും ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല കൂളിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്നാവുന്നുണ്ട്. സൈലൻറ്റ് മെഷീനാണിത്. ഇപ്പോൾ ഈ സൗണ്ട് കേൾക്കണമെന്ന് വെച്ചാൽ ഇൻവെർട്ടറിൻ്റെ സൗണ്ടാണ്, മെഷീൻ്റെ അല്ല. മെഷീൻ വളരെ സൈലൻ്റാണ്. ഇതൊക്കെയാണ് നമ്മുടെ പുതിയ ഫ്രിഡ്ജിൻ്റെ വിശേഷങ്ങൾ. എടപ്പള്ളിയിലുള്ള ഓക്സിജൻ ഷോറൂമിൽ നിന്നാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ ഒരു ഓഫറിൽ നമുക്ക് 29,000 രൂപയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. 29 എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ ഫ്രിഡ്ജ് എക്സ്ചേഞ്ച് അടക്കം അതിന് 1000 രൂപ കുറച്ച്. അപ്പോൾ 30,000 രൂപയാണ് വില അവരിട്ടത്. അപ്പോൾ ഇതിൻ്റെ MRP 39,000 ആണ്. അപ്പോൾ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ ചോദിച്ചപ്പോൾ ഏകദേശം ഒരു 32,000 33,000 രൂപ വില വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ EMIയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ EMI അടക്കം അടച്ചു വരുമ്പോൾ ഒരു 31 രൂപയോളം നമുക്ക് ആവും. ഫ്രിഡ്ജിൻ്റെ പെർഫോമൻസൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിനൊരു കുഴപ്പം എനിക്ക് തോന്നിയിരുന്നത് ഇതിനൊരു ലോക്കില്ല, നമുക്കൊന്ന് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും വന്ന് ഒരു തുറക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഡോർ ഹാൻഡിൽ ഈ ഒരു സൈഡിലായിരുന്നു, പെട്ടെന്ന് അത് നമുക്ക് പിള്ളേർക്ക് മനസ്സിലാവില്ല. എന്നാലും ഒരു ലോക്ക് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നമുക്ക് കുട്ടികളൊക്കെ ഉള്ള കാരണം എപ്പോഴും അവരൊന്ന് തുറക്കും. പിന്നെ ഓൺലൈനിലൊക്കെ ഒരു മാഗ്നറ്റിൻ്റെ ഒരു സംഭവം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വാങ്ങിച്ച് നമ്മളിവിടെ ലോക്ക് ചെയ്ത് കൊടുക്കണം. അത് മാത്രമുള്ളൂ എനിക്കിപ്പോൾ ഇതിൽ കണ്ടതിലൊരു ന്യൂനത. പിന്നെ വാറണ്ടി 1 ഇയർ ഉള്ളൂ ബോർഡിനൊക്കെ. കംപ്രസറിന് നമ്മൾ 20 ഇയർ കിട്ടണമെങ്കിലും ബോർഡിനൊക്കെ 1 ഇയർ വാറണ്ടിയാണ് ഇവർ പറയണത്. അത് കുറച്ചുകൂടി കൂടുതൽ വേണമെന്ന് തോന്നി. പിന്നെ നമുക്ക് പുതിയത് എടുക്കുമ്പോൾ ഒരു 2 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. അതിന് 2,400 രൂപയാണ് അവർ പറഞ്ഞത്. അത് ഞാനിപ്പോൾ എടുത്തിട്ടില്ല തൽക്കാലം. ഇനി 1 ഇയറിനുള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് കൂട്ടാം വാറണ്ടി. ക്യാമറ കാണാനൊക്കെ ലുക്ക് ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഫ്രിഡ്ജ് നേരിട്ട് കാണാനായിട്ട്. ഈ ക്യാമറ കാണുമ്പോൾ ഇതൊരു പതറിയിരിക്കുന്നോട്ടാണ്, എങ്ങനെ നോക്കിയിട്ട് അത് ക്ലിയർ ആവണില്ല. ആ ഒരു വെട്ടത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും പറ്റാവുന്ന രീതിയിലുള്ളൊരു മോഡൽ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള മോഡൽ നിങ്ങളും സെലക്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ ഈ ഫ്രിഡ്ജ് ഉപയോഗിച്ചതിന് ശേഷം ഭാവിയിൽ എന്തെങ്കിലും പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.